വളരെ വലിയ, എൻ്റെ ജീവിതത്തിൽ ഇന്നേവരെയും കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയ ഒരു അപകടം, ദുരന്തം നിങ്ങളുടെ പ്രദേശത്ത് സംഭവിച്ചപ്പോൾ അന്ന് തന്നെ ഇവിടെ വന്ന് നിങ്ങളെ സമാശ്വസിപ്പിക്കാനും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരോട് കൂടിച്ചേർന്ന് പ്രവർത്തിക്കാനും അതിയായ ആഗ്രഹം വിനീതനായ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ പരിചയമുള്ളവർക്കെല്ലാം അറിയാം, ഞാൻ കുട്ടിക്കാലം മുതലേ ആസ്മയുടെ, ശ്വാസം മുട്ടിൻ്റെ ഒരു ചെറിയ അസുഖം ഉള്ളവനാണ്. അതുകൊണ്ട് തണുപ്പ് കാലത്ത് വയനാട്ടിൽ പൊതുപരിപാടിക്ക് പോലും ക്ഷണിച്ചാൽ ഞാൻ വരാറില്ല. അപ്പോൾ വരാൻ സാധിച്ചില്ല. എന്നാലും എപ്പോഴെങ്കിലും ഒന്ന് ഈ ഭാഗത്ത് വന്ന് നിങ്ങളോടൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി പറയണം എന്ന് ആഗ്രഹിച്ചിരുന്നു. കാരണം മുസീബത്ത് സംഭവിച്ച ആളുകളുടെ ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ടാകും എന്നാണ് നാം പഠിച്ചിട്ടുള്ളത്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസബ് മിൻഹു എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസുണ്ട്. അള്ളാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അത് കാരണത്താൽ മുസീബത്തുണ്ടാകും എന്നാണ് ആ ഹദീസിൻ്റെ അർത്ഥം. അള്ളാഹു നൽകുന്ന ഖൈർ അത് എവിടെ, എത്ര, എങ്ങനെ എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. എന്താണ് ഖൈർ എന്നും പറയാൻ കഴിയില്ല. കാരണം നാം ആരും ഈ ഭൗതിക ലോകത്തുള്ള താൽക്കാലിക ജീവിതം മാത്രം വിശ്വസിച്ച് ജീവിക്കുന്നവർ അല്ല മുഅ്മിനീങ്ങളായ ആളുകൾ. നമ്മളുടെ വിശ്വാസം ഇതൊരു ജീവിതം അല്ല എന്നാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹദീദിൽ പ്രത്യേകം പറഞ്ഞു, ഇൽമു, നിങ്ങൾ ഉറപ്പിച്ചു വെക്കണം, അന്നമൽ ഹയാത്തുദ് ദുനിയ, ഈ ദുനിയാവിലെ ജീവിതം, ദുന്യവിയായ ജീവിതം, ലൈബുൻ വലഹുൻ വസീന, അതൊരു കളി, തമാശ, ഒരു അലങ്കാരം. വതഖാഫുറും ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, നിങ്ങൾക്കിടയിൽ ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, എനിക്കതുണ്ട്, എനിക്കിതുണ്ട് എന്നൊക്കെ പറയുന്ന, സ്റ്റാറ്റസ് പറയുന്ന ചില പരിപാടികൾ. പിന്നെ എനിക്കത്ര മക്കളുണ്ട്, എനിക്ക് ഇത്ര സ്വത്തുണ്ട് എന്നൊക്കെ പറയുന്ന പരിപാടി. കമസലി ഗൈസിൻ അജബൽ കുഫാറ നബാതുഹു സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറൻ സുമ്മ യകൂനു ഹുതാമ. ഏതുപോലെ നല്ല ഒരു കർഷകൻ ഒരു കൃഷി ചെയ്താൽ അവൻ്റെ കൃഷിയിടത്തിൽ ചെന്ന് നോക്കുമ്പോൾ കൃഷിയൊക്കെ നന്നായി തഴച്ച് വളർന്ന് നല്ല കായും കനിയൊക്കെ ഉണ്ടാകുമ്പോൾ അവൻ്റെ മനസ്സിൽ വലിയൊരു അഭിമാനം ഇങ്ങനെ തോന്നും. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് അതെല്ലാം ഉണങ്ങി ചുരുണ്ട് അങ്ങനെ പൊടി പാറി അങ്ങ് ഇല്ലാതെയാവും. ഇതുപോലെയാണ് യഥാർത്ഥത്തിൽ ഭൗതികമായ ദുന്യവ്യായ ജീവിതം. അതൊരു താൽക്കാലികമായ സംഗതിയാണ്. അതേ സമയത്ത് ഖുർആൻ ശേഷം പറയുന്നു, ഫിൽ ആഖിറത്തി അദാബുൻ ശദീദുൻ വമഗ്ഫിറത്തുൻ മിനല്ലാഹി വറിദ്വാൻ. ഈ ജീവിതം അല്ല ജീവിതം. ജീവിതം ഈ ജീവിതത്തിന് ശേഷമുള്ളതാണ് ജീവിതം. ഈ ജീവിതം ആ ജീവിതത്തിലേക്കുള്ള ഒരു റൂട്ട് മാത്രമാണ്, യാത്ര മാത്രമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുൻ ഫിൻ ദുനിയാക അന്നക ഗരീബ് ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. നീ ഒരു യാത്രക്കാരനാണ്. അങ്ങനെ പാരത്രിക ലോകത്തേക്കുള്ള യാത്രയിലാണ് നമ്മളുള്ളത്. യാത്രയിൽ പല പ്രയാസങ്ങളും സംഭവിക്കുകയും പലപ്പോഴും സന്തോഷം ഉണ്ടാവുകയും രണ്ടും സ്വാഭാവികമാണ്. ഇതൊരു യാത്രയിലാണ് നാം, ഒരു നീണ്ട ജീവിതത്തിലേക്കുള്ള യാത്ര. അത് എത്ര കൊല്ലത്തെ ജീവിതം? 100 വർഷമല്ല, 100 കോടി വർഷമല്ല, കോടി 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 എത്ര കാലം പറഞ്ഞാലും തീരൂല, പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ല. അത്രയും കോടിക്കണക്കിന് വർഷം ജീവിക്കാനുള്ള ഒരു ജീവിതത്തിലേക്കുള്ള ഒരു യാത്രയാണ് ഈ ഭൗതികമായ ലോകത്തെ ജീവിതം. അള്ളാഹു പറയാണ്, ഫിൽ ആഖിറത്തി, പാരത്രിക ലോകത്ത് 2 വിഭാഗമുണ്ട്. അദാബുൻ ശദീദ്, കടുത്ത ശിക്ഷ കിട്ടുന്ന ഒരു വിഭാഗമുണ്ട്. വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹുവിൻ്റെ പൊറുക്കലും അവൻ്റെ തൃപ്തിയും കിട്ടുന്ന ഒരു വിഭാഗവും ഉണ്ട്. ഇത് രണ്ടും പാരത്രിക ലോകത്ത് അള്ളാഹു കൊടുക്കുന്ന സംഗതിയാണ്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ദുനിയാവിലെ ജീവിതം ഒരു താൽക്കാലികമായ സുഖവും താൽക്കാലികമായ ഒരു ചതിയും മാത്രമാണ്. ഇത് നിലനിൽക്കുന്നതല്ല. ഇത് ഉറച്ച് വിശ്വസിക്കുന്നവനാണ്
മുസ്ലിമീങ്ങളായ നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അവൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കുന്നു, അവിടുന്ന് പഠിപ്പിച്ചതെല്ലാം 100% ശരിയാണെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബൂ. ഞാൻ മുസ്ലിമാണ്, ഞാൻ മുഅ്മിനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരാൾ യഥാർത്ഥ മുഅ്മിൻ ആവില്ല. മറിച്ച് ശരിയായ ഒരു വിശ്വാസി എന്ന് പറയുന്നത് യാതൊരു സംശയവും ഇല്ലാതെ അല്ലാഹുവും റസൂലും പഠിപ്പിച്ചത് മുഴുവനും സത്യമാണെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്നവർ അവരാണല്ലോ യഥാർത്ഥ മുഅ്മിനീങ്ങൾ. അള്ളാഹു നമ്മെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ പെടുത്തുമാറാകട്ടെ. അപ്പൊ ഈ ഭൗതികമായ ലോകത്തെ അള്ളാഹു വളരെ ചെറിയ ഒരു സംഗതിയായിട്ടാണ് പറയുന്നത്. ഖുൽ മതാഉദ് ദുനിയ ഖലീൽ. പലർക്കും പലതും നഷ്ടപ്പെട്ടു പോയി. ഇപ്പൊ ഞാനും ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇവിടെ സംഭവിച്ച പ്രശ്നങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് നിങ്ങളെ മനസ്സ് വീണ്ടും വേദനിപ്പിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? അതിങ്ങനെ ഒരു മരിച്ച വീട്ടിൽ പോയി, എന്നിട്ട് ആ മരിച്ച വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തെ, ആ മരിച്ച ആളെ സമാധാനിപ്പിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ അയാൾ മരിച്ചു അങ്ങനെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അയാളെ മനസ്സിലും വേദന ഇങ്ങനെ കൂടുകയല്ല ചെയ്യുക. നേരെ മറിച്ച് അദ്ദേഹത്തിന് നമ്മളും മരിച്ചു പോകും. എൻ്റെ ബാപ്പ മരിച്ചു പോയിന്, അതുപോലെ തന്നെ എൻ്റെ ഉമ്മ മരിച്ചു പോയിന്, ഞാനും മരിക്കും, നിങ്ങളും മരിക്കും. എപ്പോൾ മരിക്കുക എന്നറിയില്ല, നമുക്കൊക്കെ അങ്ങോട്ടാ പോകാനുള്ളത്. അതന്നെയല്ലേ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ്റെ അർത്ഥം. ഇന്നാ ലില്ലാഹ്, നമ്മളൊക്കെ അള്ളാഹുവിനുള്ളതാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളൊക്കെ അള്ളാഹുലേക്ക് മടങ്ങിപ്പോകുന്നവർ. ആരാ ഇവിടെ നിലനിൽക്കുന്നവർ? എല്ലാവരും പോകുന്നവർ തന്നെയാണ്, എല്ലാവരും അള്ളാഹുലേക്ക് പോകുന്നവരാണ്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ മനസ്സിന് വീണ്ടും മുറിവും വേദനയും ദുഃഖവും ഉണ്ടാക്കുന്ന വാചകങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് നിങ്ങൾക്ക് മനസ്സിന് മനക്കരുത്തുള്ളത് പറയണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ അടുത്ത് എന്നെ ഒരാൾ വിളിച്ച് ഫോൺ ചെയ്തിട്ട്, മകള് നല്ല ഒരു ഡോക്ടറാണ്, നല്ല ഡോക്ടറാണ്, പക്ഷേ മകളുടെ ശരീരത്തിൽ ചെറിയ ഒരു വെളുപ്പ്. ആ വെളുപ്പ് കാരണത്താൽ അവളെ ഭർത്താവ് ഒഴിവാക്കുകയാണ്, അല്ലെങ്കിൽ ഒഴിവാക്കിയ രണ്ടിലൊന്നാണ് പറഞ്ഞത്. വല്ലാത്ത ടെൻഷനുണ്ട് മകൾക്ക് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ആ മകൾക്ക് നിങ്ങൾ കേൾപ്പിക്കാൻ ഞാൻ കുറച്ച് ഉപദേശം പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ സമയത്ത് നിങ്ങളെ അങ്ങനെ ഒരു വെളുപ്പുണ്ടോ ശരീരത്തിന് വെച്ച് അതിനെല്ലാം ഞാൻ ഹൈലൈറ്റ് ചെയ്ത് സംസാരിച്ചത്. ഞാൻ സംസാരിച്ചത് അതൊരു പ്രശ്നമില്ലല്ലോ, ശരീരത്തിൽ കുറച്ച് വെളുപ്പുള്ളതുകൊണ്ട് എന്താ വേദനയൊന്നും ഇല്ലല്ലോ. എത്ര ഓരോ സെക്കൻഡിലും വേദനിച്ച് പൊളയുന്ന എത്ര മനുഷ്യന്മാരുടെ. അതേപോലെ തന്നെ എപ്പോഴും മനസ്സ് വേദനിച്ച് ശരീരവും വേദനിച്ച് ഈ ജീവിതം തന്നെ വേണ്ടാന്ന് തോന്നിപ്പോകുമാറ് വിഷമിക്കുന്ന എത്ര ആളുകളുണ്ട് ഇവിടെ എന്ന് തുടങ്ങിയിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിന് വാട്സപ്പിൽ സംസാരിച്ച് വിട്ടുകൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിനേക്കാൾ വലിയൊരു ഉപദേശം വേറെ കിട്ടാനില്ല എന്ന് പറഞ്ഞു. കാരണം എപ്പോഴും അന്തുറ ഇലാ മൻഹുവ ദൂനി ഇലാ അന്തുറ ഇലാ മൻഹുവ ഫൗഖി, നമ്മളെപ്പോഴും താഴെയുള്ളവരിലേക്ക് നോക്കണം, മേലെയുള്ളവരിലേക്ക് നോക്കരുതെന്നാ നിർദ്ദേശം. കാരണം താഴെയുള്ളവരിലേക്ക് നോക്കിയാലേ അള്ളാഹ് നമുക്ക് ഇത് നിഅമത്തിനെ നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കുള്ളൂ.